ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിൽ നിന്ന് കുമ്പളങ്ങി വരുമ്പോൾ ആ പാലം ഇറങ്ങിയിട്ട് ഫസ്റ്റ് ലെഫ്റ്റിൽ തന്നെ ഒരു നല്ലൊരു പാർക്കുണ്ട്. ആ പാർക്കിൽ ഇങ്ങനെ കായലിലെ ഒരു ചീനവലയുടെ പൊക്കത്താണ് നിൽക്കുന്നത്. നോക്കിയാൽ എൻ്റെ തലയ്ക്ക് മീതെ തന്നെ 3-4 കല്ലുകളൊക്കെ എൻ്റെ തലയിൽ വീഴാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അത്രയ്ക്ക് റിസ്ക്കൊക്കെ എടുത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ പാർക്കാണിത്. ഈ പാർക്കിൻ്റെ ഉള്ളൊരു ഫുഡ് കോർട്ടുണ്ട്. ഈ ഫുഡ് കോർട്ടിൽ നമുക്ക് നല്ല ഒന്നാന്തരം നല്ല സ്വാദുള്ള പുട്ടും പൊട്ടിക്കറിയൊക്കെ കിട്ടും. ഇത് കേട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും സ്വാഭാവികമായിട്ട് നല്ല പലയിടത്തും നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇവിടുത്തെ എന്തൊക്കെയോ ഡിഫറെൻറ്റ് നല്ല ടേസ്റ്റാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പുട്ടും പൊട്ടിക്കറിയും കഴിക്കാൻ അങ്ങോട്ട് ചെല്ലാം. ഇതാണ് അനുചേച്ചി. നമുക്ക് ഇവിടെ എല്ലാം ഉണ്ടാക്കുന്നത് അനുചേച്ചിയാണ്. അനുചേച്ചി, ഇവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കി തരും? ഇപ്പം ഉണ്ടാക്കുന്നത് ചിരട്ടപ്പുട്ട്, പോട്ടി, കപ്പ, മീന്, കൂന്തല്, ഇത്ര സംഭവങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ ശരിക്കും കേട്ട നമ്മളിവിടെ പുട്ടും പൊട്ടിക്കറിയും മാത്രമാണ് എല്ലാവർക്കും. അതാണ് കൂടുതൽ ആൾക്കാർക്ക് ഇവിടെ ഇഷ്ടം, പുട്ടും പൊട്ടിക്കറി. ഓക്കെ. അപ്പൊ ചേച്ചിയുടെ വീട് ഇവിടെ തന്നെ? കുമ്പളങ്ങി തന്നെ, ബിവറേജിന്റെ അടുത്ത്. കുമ്പളങ്ങി ബിവറേജിന്റെ അടുത്താണ് ചേച്ചിയുടെ വീട്. ഓക്കെ. ഇതിപ്പോ നമുക്ക് എപ്പോഴൊക്കെയാ ഇത് സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? വൈകുന്നേരം 4 മണിക്ക് ഞാൻ തുറക്കും. 4 മണിക്ക് ഇവിടെ തുറക്കും. ഇവിടെ വന്നിട്ട് തന്നെ ഉണ്ടാക്കുന്നത്? എല്ലാം വീട്ടിട്ട് ഉണ്ടാക്കിക്കൊണ്ട് എല്ലാം വീട്ടിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണല്ലേ? പുട്ടും കാപ്പിയും മാത്രം ഇവിടെ ഉണ്ടാക്കും, ചായ. പുട്ടും കാപ്പിയും. അപ്പൊ പുട്ടും കാപ്പിയും ചായയും മാത്രമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ബാക്കിയെല്ലാം ചേച്ചി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് വരിക. അപ്പൊ നമുക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ വന്ന് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഇതെല്ലാം ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട് ചേച്ചി ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് പൊട്ടിക്കറി ഉണ്ടാക്കാൻ പറ്റുന്നത് 10 മിനിറ്റോളം ഗോതമ്പൊടിയിൽ പെരട്ടി വെക്കണം. ഇത് പച്ച പൊട്ടി കൊണ്ടുവന്നിട്ട് എന്നിട്ട് വേണം തിരുമ്മി കഴുകി എടുത്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വേണം അരിഞ്ഞ് പുഴുങ്ങി വേവിച്ചൊക്കെ ചെയ്യാൻ. അതിന്റെ ഉള്ളൊക്കെ അതൊക്കെ എല്ലാ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇതെല്ലാം ചെയ്ത് വീട്ടിൽ സഹായിക്കാനും മോളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ സഹായിച്ചൊക്കെ തരും. അങ്ങനെയല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് പുട്ടും നല്ല പൊട്ടിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മള് പൊട്ടി, അതായത് ഗ്രേവി ഇല്ലാണ്ടാണോ അതോ കറിയായിട്ടാണോ ഉണ്ടാക്കുന്നത്? കറിയായിട്ട്, കൂട്ടിന് ചാറൊക്കെ വേണം. ചാറൊക്കെ ആയിട്ടല്ലേ? നല്ല കട്ട ഗ്രേവി അല്ലേ? ഒരു കട്ട ഗ്രേവിയിലാണ് നമുക്ക് ഇപ്പൊ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാ വേണ്ടത് അതിന്? ഇതിന് പട്ട, കറിയാമ്പൂ, ഏലക്ക, സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. കറയാമ്പൂ, ഏലക്ക, കുരുമുളക്, തേങ്ങാപ്പീര, ജീരകം, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് വറക്കണം ആദ്യം തന്നെ. ഇതെല്ലാം കൂടി ഇട്ട് വറക്കും അല്ലേ? അപ്പൊ ചേച്ചി പോട്ടി എന്ത്? ഞാൻ കുറെ നേരം പോട്ടി എവിടെ ഓക്കെ. വീട്ടിൽ നിന്ന് വേവിച്ച് നേരത്തെ പറഞ്ഞു. അപ്പൊ നമുക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ? അപ്പൊ ചേച്ചി പോട്ടി ഇത് വീട്ടിൽ നിന്ന് കുറച്ചെടുത്ത് വീട്ടിൽ നിന്ന് നമുക്ക് വേണ്ടി വേവിച്ച് കൊണ്ടുവന്നേക്കാണ്. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം. ആദ്യം തന്നെ ഇതെല്ലാം കൂടി ഇട്ട് വറക്കാം. അപ്പൊ ഇതിപ്പോ എണ്ണ ഒന്നും ഒഴിക്കണ്ടത്? കുറച്ച് ചൂടാണ്. അപ്പൊ നമ്മള് തേങ്ങാപ്പീര, കുരുമുളക്, പിന്നെ ജീരകം, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് ചീനച്ചട്ടിയിൽ ആദ്യം എണ്ണ ഒഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുമല്ലേ? ഇത് തേങ്ങയുടെ അത് കഴിഞ്ഞ ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി ഒക്കെ ഇടാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇത് വാടിയതിനു ശേഷം മാത്രം നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ വീട്ടുകളിലൊന്നും അധികം അങ്ങനെ പൊട്ടിക്കറി ഉണ്ടാക്കില്ല തോന്നുന്നു. ബുദ്ധിമുട്ട്. ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് പീര ചിരണ്ടി, തേങ്ങ ചിരണ്ടി ഇതിന് വറുത്ത് വരുമ്പോ കുറെ ബുദ്ധിമുട്ടുണ്ട്. ഇത് പാടാണല്ലോ ചേച്ചി? പാടിന്റെ പൊട്ടി നമ്മളിപ്പോ യൂസ് ചെയ്തേക്കണേ. ഇത് ഏത് കളറാണത്? ഇത് ബ്രൗൺ ആയിട്ട് ഇങ്ങനെ വരും. വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു കറുപ്പ് ഇതായിട്ട് വരും. എന്നാലേ അതിന്റെ ഇതറിയുള്ളൂ. ഇതിപ്പോ ആയിട്ടില്ല, കുറച്ചുകൂടി വരണം. എന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിയുമ്പോ എണ്ണ ഒഴിച്ചെടുക്കണം. എണ്ണ ഒഴിച്ചിട്ട് വേണം ഇനി വറുക്കാൻ വേണ്ടി തന്നെ ഇരിക്കും ഇങ്ങനെ. ഇത് എന്നിട്ട് നമ്മൾ അരക്കൊന്നുമില്ലല്ലോ, ജസ്റ്റ് മിക്സിയിലിട്ട് അടിക്കുമല്ലേ? അപ്പൊ നമ്മള് നല്ല എണ്ണയൊക്കെ ഇട്ട് കറുത്ത രൂപമാവല്ലേ? നല്ല കറുത്ത കളറിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ ഒരു അരപ്പാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. അരപ്പ് താളിക്കുള്ളൂ. ഉള്ളിയിട്ട് താളിക്കും. സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് വേവിക്കും. വെളിച്ചെണ്ണ ഇപ്പൊ ഒഴിക്കും. ഓക്കെ. നിങ്ങൾക്ക് കാണിക്കാളുകൊണ്ടാണ് കുറച്ചിട്ട് കാണിക്കണത്. നമുക്ക് വേണ്ടി 1 കിലോത്തിന് 1 തേങ്ങ വേണം. ഇത് ശരിക്കും 1 കിലോയ്ക്ക് 1 തേങ്ങ എന്ന ഒരു റേഷ്യോ ആണ്. ഇത് നമുക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കുന്ന കുറച്ചുണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ റേഷ്യോ അല്ല. ഇതിപ്പോ എന്തോരം നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന വഴറ്റ ഉപയോഗിക്കുന്ന അത്ര തന്നെ വെളിച്ചെണ്ണ. വിളഞ്ഞ തേങ്ങയാണെങ്കിൽ വെളിച്ചെണ്ണ കുറവ് മതി. വിളഞ്ഞ തേങ്ങയാണെങ്കിലല്ലേ? ഇതിന് വിളഞ്ഞ തേങ്ങ എടുക്കുള്ളൂ.
ഓക്കെ. ഇതിപ്പോൾ നമ്മളിവിടെ മിക്സിയിലിട്ടാണ് അടിക്കുന്നത്? മിക്സിയിട്ടടിക്കും. പക്ഷെ ഇത് മിക്സിയിട്ടടിക്കുന്നത് ശരിക്കും അമ്മിക്കല്ലൊക്കെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കൂടുതലല്ലേ? ആ ഒരു തേങ്ങയുടെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ ഇവിടെ നല്ല കാറ്റടിച്ച് മോതിക്ക് കയറുന്നുണ്ട് മൂക്കിലോട്ട്. ആ ഒരു സ്മെല്ല് എന്താ പറയുക, നമ്മൾ ഈ ഗാർലിക്ക് ശരിക്കും എന്താ അല്ലിയോട് ഇട്ടിട്ട് കുറച്ച് വെന്ത് കഴിയുമ്പോൾ കശക്കി പൊട്ടിക്കാന്നല്ലേ? ഇതിനകത്ത് സാധാരണ നമ്മൾ എല്ലാ പൊടിയും കൂടി പൊടിച്ചിട്ടാണ് ഇടുന്നത് അല്ലേ? പൊടി കഴിഞ്ഞിട്ട് വറക്കും. അല്ല മറ്റേ എന്താ കുരുമുളക് പൊടിയും ബാക്കി എല്ലാം ആണല്ലേ? പട്ടയൊക്കെ ഇവിടെ നിന്ന് മറ്റേ കായലിൻ്റെ കറക്റ്റ് കായലിൻ്റെ ഫേസ് ചെയ്ത് തന്നെ ശരിക്കും നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്നത്. നല്ല കാറ്റും ആ സൺസെറ്റും എല്ലാം കൂടി നമുക്ക് ശരിക്കും കാണാം. നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൂട് ഇങ്ങനെ മോന്തിക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നല്ല മണം. ഇത് തേങ്ങ അങ്ങ് കുക്കാണതിൻ്റെ ശരിക്കും നല്ല മണം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് മല്ലിപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് അത് 3 സ്പൂൺ അല്ലേ? മുളക് പൊടി കുറച്ച് മതി. ഓക്കെ. കുരുമുളക് ഇട്ടേണ്ടല്ലേ? അപ്പോൾ കുരുമുളക് നന്നായിട്ട് ഇട്ടേക്കണ കാരണം നമ്മളിപ്പോൾ മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ അല്ല, നല്ല എരിവുണ്ടാവും. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് ഓൾറെഡി ഇട്ടുണ്ടല്ലേ? ഒരു ഗോൾഡൻ കളറല്ലേ? ഗോൾഡൻ കളറായി. ഈ തേങ്ങ പാറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കുക. അപ്പോൾ നല്ലൊരു കറുത്ത കളറിലൊരു പേസ്റ്റ് കിട്ടും. ഈ ഒരു പേസ്റ്റ് പിന്നെ ചീനച്ചട്ടിയിലിട്ടിട്ട് താളിച്ചെടുക്കണം അല്ലേ? പിന്നെ ഇപ്പോൾ ഇത് മുരിഞ്ഞ് പിന്നെ നമ്മളിപ്പോൾ ഇത് മിക്സിയിലിട്ട് പഠിക്കാൻ പോകും. അരപ്പ് രൂപം പോലെ ആവും.